ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന വചനമാണ്. This word is a speaking word to you. അത് ഇന്നും നിങ്ങളോട് സംസാരിക്കും. Till today it speaks to you. ആ വചനം നിങ്ങളെ മാറ്റം വരുത്തും. It will change your life. നിങ്ങളുടെ സാഹചര്യങ്ങളെ അത് മാറ്റും. It will change your circumstances. Amen. Jesus is same yesterday, today and forever. Amen. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. The same Jesus is going to do miracle for you. നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. There are 27 books in the New Testament. അത് യേശുവിന്റെ കാൽവരി ക്രൂശീകരണത്തിന് ശേഷം ദൈവവും യേശുവും തമ്മിൽ ഉണ്ടാക്കിയ ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ ഉടമ്പടി, ന്യൂ കവനന്റിന്റെ ഭാഗമാണ്. It's a part of the new covenant between God and Jesus. പഴയ നിയമത്തിലെ കവനന്റ്, the covenant in the Old Testament, ഉടമ്പടി, the covenant, അബ്രഹാമും ദൈവവും തമ്മിലായി. it was between Abraham and God. മനുഷ്യർക്ക് എപ്പോഴും പാകപ്പിഴകൾ വരും. Men make mistakes. അതുകൊണ്ട് എപ്പോഴും അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. So problems will occur often in their lives. ആദ്യമായിട്ട് പഴയ നിയമം വായിക്കുന്ന ഒരാൾക്ക്, one person, those who are reading the Old Testament for the first time, ദൈവം കുഷ്ഠരോഗം കൊടുക്കുന്നു. God gives leprosy him, ഭൂമി വാവിളർന്ന് ജനത്തെ തിന്നുകളയുന്നു. set aparting and swallowed by the earth. ന്യായവിധി, ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നു. The judgment is coming upon them. വ്യാധി ഉണ്ടാകുന്നു. They are affected by some diseases. How can we call this is a God? ഈ ദൈവം ആണെന്ന് നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? Amen. How can we call this is a God? ഇത് ദൈവമാണോ? Is it God? വേദപുസ്തകം വായിക്കുന്നവർക്ക് സംശയം ഉണ്ടാകും. The people who reads the Bible may have some doubt. അതുകൊണ്ട് സുനാമി വരുമ്പോഴും ഭൂകമ്പം വരുമ്പോഴും ഒക്കെ ദൈവമാണ് ഇത് ചെയ്തതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. So people they mistaken that it is done by the God, the tsunami and the earthquake and all that. പക്ഷേ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 1:1 അതിന്റെ ഉത്തരം കിടപ്പുണ്ട്. But the answer lies in the book of Hebrews 1 chapter 1 verse 1. അവിടെ ഇങ്ങനെ പറയുകയാണ്, It says, ദൈവം പണ്ട് ഭാഗമായിട്ടായിരുന്നു വെളിപ്പെടുത്തിയത്. God who at sundry times and in diverse manner spake in times past unto the fathers by the prophets. എന്ന് വെച്ചാൽ അന്നത്തെ പ്രവാചകന്മാർക്കും എഴുത്തുകാർക്കും വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച് അവർക്കറിയാവുന്നത് ഭാഗമായിട്ടായിരുന്നു, ഫുള്ളായിട്ട് കിട്ടിയില്ല. എന്നാൽ ഇപ്പോഴോ യേശുവിനെ കൊണ്ട് അത് പൂർണ്ണ തലത്തിൽ വെളിപ്പെടുത്തി. Only part portions were given in the past times, but through Jesus full portions are being revealed. യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? Why did Jesus come to this world? ദൈവമാരാന്ന് പരിചയപ്പെടുത്താൻ. To introduce who is God. രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസിന്റെ അടുക്കിലേക്ക് യേശു വന്നു. Jesus came to Peter who was working the full night. പക്ഷെ അവനൊന്നും കിട്ടിയില്ല. But he didn't get anything. അവനോട് യേശു ഒരിക്കലും പറഞ്ഞില്ല, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ 3 ദിവസം ഉപവാസിക്കാത്തോണ്ടാണ് നീ തെറ്റിപ്പോയത്. ഇതൊന്നും പത്രോസിനോട് പറഞ്ഞില്ല. Jesus didn't rebuke him that it was your mistake. അവന്റെ പരാജയത്തിന്റെ നടുവിൽ, in the midst of his failures, ദൈവം എങ്ങനെ അതിനെ കാണുന്നു എന്ന് യേശുവിലൂടെ വെളിപ്പെടുത്തി. Amen. Jesus revealed by how God sees this. ഇന്നും today നിനക്ക് 1000 മിസ്റ്റേക്കുകൾ പറ്റിയിരിക്കും. You may have 1000, you may make 1000 mistakes. ഇന്നലകളിൽ പരാജയങ്ങൾ കണ്ടിരിക്കും. എല്ലാവരും നിന്റെ കുറ്റമായിരിക്കാം പറയുന്നത്. People may tell your failures. പക്ഷെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനുണ്ട്. But we would like to introduce one person, those who want to stand with you. അവൻ ഒരു നാളും നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. He will never forsake you and forget you. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് നിന്നെ കുറ്റം പറഞ്ഞിരിക്കും. Your wife and your husband may നീയാണ് മിസ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞിരിക്കും. They may tell you you made mistakes. പക്ഷെ ഇന്ന് നീ അവനെ ചേർത്ത് പിടിക്കാൻ റെഡിയാണെങ്കിൽ യേശു നിന്നെ ചേർത്ത് നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടതിടത്ത്, പരാജയപ്പെട്ടതിടത്ത് നിന്നെ അവൻ ഉയർത്തി നാട്ടുകാർക്കും മുഴുവനും ഒരു വലിയ സൈനാക്കി അവൻ നിന്നെ തുറക്കാൻ പോകുകയാണ്. But if you want to stand with God and walk along with God, he will make you a sign in between your relatives and people. അതേ ദേശത്തു തന്നെ, the same place, ദൈവം നിന്നെ ഒരു സൈനാക്കി മാറ്റും. God will make you a sign. ഏത് നാട്ടുകാരുടെ നടുവിലാണോ നീ കരഞ്ഞത്, wherever are you from, the same place God will lift up you and bless you and honor you. അതേ സ്ഥലത്ത്, in the same place, അതേ സ്ഥലത്ത്, in the same place, അവൻ ഉയർത്തും. Amen. He will lift you up. He will bless you. He will bless you. അവൻ നിന്നെ അനുഗ്രഹിക്കും. He will bless you.